കുറേ അധികം പേര് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, തൊപ്പി ചെയ്തത് ചേച്ചി കണ്ടില്ലേ, തൊപ്പിയുടെ കാര്യം എന്താ പറയാത്തതെന്നും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇന്നലെയും പറഞ്ഞു, മെനിങ്ങാന്നും പറഞ്ഞു, ഓരോ തവണയും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അനുമോള് ജയിച്ചത് നമ്മുടെയൊക്കെ മനസ്സുകളിലാണ്. നമ്മളുടെ ഒരു റിസംബിൾനെസ്, അതായത് നമ്മളെപ്പോലെ ഒരു വ്യക്തിയാണ് അവളെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇല്ലേ. അത്രത്തോളം അവൾ ജയിച്ചു, അത് മതി. അതിനപ്പുറം അവിടുത്തെ വോട്ട് മാമാങ്കമോ അതിനകത്ത് നടക്കുന്ന ടാക്ടിക്സോ ഒന്നും നിങ്ങൾ നോക്കാൻ പോകണ്ട. ഇന്ന് വരെ നല്ല രീതിയിൽ ഒരു കപ്പ് വിന്നർ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അർഹതപ്പെട്ടവരെ പിന്തള്ളിക്കൊണ്ട് അനർഹർക്ക് ആ കപ്പ് കൊടുക്കുന്ന സീനാണ് പലയിടങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ശോഭയ്ക്ക് വേണ്ടി ഒരുപാട് വായ്ത്താളടിച്ച ആളാണ്. ഒത്തിരി വിശ്വസിച്ച് ഒത്തിരി സ്നേഹത്തോടു കൂടി ശോഭയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് പുറത്തിറങ്ങിയിട്ട് ശോഭയുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ശോഭ ജയിക്കരുതായിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ അന്ന് അവിടുത്തെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശോഭ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരെന്താ ചെയ്യുക, എന്താണ് ഏതാണ് എന്നുള്ളത് നമുക്കൊരു തെറ്റ് പറ്റി എന്ന് തോന്നരുതല്ലോ. പക്ഷേ ഇത് ബിഗ് ബോസിന് അറിയാൻ കഴിയും, അവിടെ ആരാണ് ആപ്റ്റായിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. അവരെയൊക്കെ ആദ്യമേ തന്നെ അവർ പിന്തള്ളും. ഒത്തിരി റിയൽ ആയിട്ട് നിന്ന കണ്ടസ്റ്റൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. ലക്ഷ്മി ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മി എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് പേരുണ്ട് അതിനകത്ത്. അവരൊക്കെ ജയിക്കട്ടെന്നേ. നെവിൻ എത്ര നല്ല പയ്യനാണെന്ന് നോക്കൂ. അതിന് ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അനുമോളുമായിട്ടൊരു ഇഷ്യൂ എന്നുള്ളത്. അപ്പോൾ ഈ ജയിക്കും തോൽവിയും തൊപ്പി ചെയ്തത് എന്നൊക്കെ വെച്ച് പറയുമ്പോൾ തൊപ്പിക്ക് നല്ല ഫാൻ ഫെയിം ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ആ പയ്യൻ കൊച്ചു കുട്ടികളുടെ ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവനൊന്ന് ആഹ്വാനം നടത്തി കഴിഞ്ഞാൽ കിട്ടും. അപ്പം അവനെയും വിറ്റു, അല്ലെങ്കിൽ അവനെയും വാങ്ങാൻ കഴിഞ്ഞു എന്നാണ് നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ആ ചെറുക്കൻ്റെ അടുത്ത് ഒരു പക്ഷേ സായി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന് വേണ്ടിയിട്ട് ചെയ്യുമായിരിക്കും. അവൻ അനീഷിന് വേണ്ടി ചെയ്യുമ്പോൾ അത് അവൻ ശരിക്കും ആത്മാർത്ഥമായി ചെയ്തതായിരിക്കാനാണ് ചാൻസ്. അനീഷ് ജയിക്കട്ടെ, അനീഷിന് അത് അർഹതയുണ്ടെങ്കിൽ അനീഷ് ജയിക്കട്ടെ എന്നേ, ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ മണിയാണോ ഉദ്ദേശിക്കുന്നത്? ഈ 50 ലക്ഷം എന്നൊരു എമൗണ്ട് ആണോ? അതൊരു എമൗണ്ടേ അല്ല. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് അനുമോൾ സപ്പോർട്ടേഴ്സിന് ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. അനുമോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ മണി അവൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സാബു ആണ് ജയിച്ചത്. സാബുവിനേക്കാൾ പേളി തിളങ്ങി നിൽക്കുന്നില്ലേ? 50 ലക്ഷം രൂപയുടെ കാറ് നിസ്സാരമായിട്ട് വാങ്ങി, 2 ഫ്ലാറ്റ്, വീട്, ഇതൊക്കെ അവൾ വെച്ചു. ചാനലും കൊണ്ട് തന്നെ. ആ ഒരൊറ്റ കാര്യം മതി. അനുമോൾ ഇനി എവിടെയെങ്കിലും തൊഴിഞ്ഞു പോലും പോകട്ടെ, അവളുടെ ചാനലിൽ കൂടെ തന്നെ അവൾക്ക് അതിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. ഒരിടത്ത് അവൾ മെൻഷൻ ചെയ്തു, ഇതിനകത്ത് വന്നിട്ട് പുറത്ത് പോയപ്പോൾ ചാനൽ കൊണ്ട് പേളി മണി എവിടെയോ എത്തിയെന്ന്. ആ ഒരു സ്ട്രാറ്റജി പിടിച്ചാൽ മതി, ഇതിൻ്റെ ഡബിൾ അവൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിസ്സാരമായിട്ട് സംഭവിക്കും. ഇവരുടെ ആരുടെയും ചാനൽ പോലെയല്ല അവളുടെ ചാനൽ. സാധാരണക്കാരുടെ ഭാഷയാണത്, സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതാണ്. നമ്മൾ ഈ 3.5 കോടി ജനങ്ങൾ എല്ലാവരും പണക്കാരോ എല്ലാവരും പാവപ്പെട്ടവരോ അല്ല, സാധാരണക്കാരാണ്. അപ്പോൾ നമുക്കവർക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് തുടർന്നും അവളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ജയം തോൽവിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ, അവിടുന്ന് വരട്ടെ തീരുമാനം എന്ന് വിചാരിക്കുക. ഞാനിത് ദൈവത്തിൻ്റെ കാര്യം പറയണത്, ഒരുപാട് ദൈവവിശ്വാസികൾ അതിനകത്തൊന്ന് കമൻ്റ് ഇടുന്നുണ്ട്, ദൈവം രക്ഷിക്കട്ടെ, യഹോവ രക്ഷിക്കട്ടെ എന്നൊക്കെ. അതാണ്, ദൈവം നീതിമാനല്ലേ. ആരെ ചവിട്ടി താഴ്ത്തപ്പെടുന്നോ, ആരെ ഉപദ്രവിക്കപ്പെടുന്നോ അവിടെ ദൈവത്തിൻ്റെ കൈകൾ വരുമെന്നല്ലേ. നിന്നെ ഒറ്റപ്പെടുത്തുകയും നിന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിന്നെ എടുത്തുയർത്താൻ, നിന്നെ ഉയരങ്ങളിൽ എത്തിക്കാൻ നിന്റെ ദൈവം നിന്നോട് കൂടി നിൽക്കുമെന്നല്ലേ പറയുന്നത്. സൈക്കോ ദൈവമാണെന്ന് ഞാൻ പറയാറുണ്ട് ഇടയ്ക്ക്, എന്നാലും പറയുന്നു, ഇതിനകത്ത് ദൈവത്തിൻ്റെ കൈ വരട്ടെ, ദൈവം തീരുമാനിക്കട്ടെ. ആരായിരുന്നാലും ഒന്നുമില്ല. ഇതുവരെ ഇത്രയും ദിവസങ്ങളിൽ അത് ജയിച്ചിരുന്നത് അനുമോളാണ്. അനുമോള് തന്നെയാണ് ജയം. പക്ഷേ അവിടെ ആപ്റ്റായ ഒരുപാട് പേരുണ്ട്. പോയിട്ട് നെഞ്ചുവേദന എന്ന ഡ്രാമ കളിച്ച് പുറത്തു പോയിട്ട് വന്ന ഷാനവാസ്, ആ ഒരു പോർഷൻ മാത്രം അവോയ്ഡ് ചെയ്താൽ ഇതിൻ്റെ ഏറ്റവും നല്ല വിന്നർ ഷാനവാസായിരുന്നു. ഷാനവാസിന് തന്നെയാണ് ആ ഒരൊറ്റ പോർഷൻ മാത്രം ബോറായിപ്പോയി. ഒരു പക്ഷേ എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ വന്നതായിരിക്കാം നെഞ്ചുവേദന, അത് ബോറായിപ്പോയി. അതിനുശേഷം വന്നിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡും വളരെ ബോറായിപ്പോയി. ഇപ്പോൾ ദേ സോഫയിൽ കിടന്നുകൊണ്ട് പറയുന്നതും ബോറായിപ്പോയി. അപ്പോൾ ഏകദേശം അതുകൊണ്ട് മാത്രമാണ് ഷാനവാസിനെ നീക്കിയത്. അല്ലെങ്കിൽ ഞാൻ ഷാനവാസ് എന്ന് തന്നെ പറയുമായിരുന്നു. ഷാനവാസ് അതില്ല. അതേപോലെ നെവിൻ നല്ല ക്യാരക്ടർ അല്ലേ, ഇത്രയും ദിവസം നമ്മളെ ചിരിപ്പിച്ചു. അവൻ്റെ റീൽസൊക്കെ കണ്ടാൽ ഞാൻ ഇപ്പോഴും ഇരുന്ന് ചിരിക്കാറുണ്ട്. അതിനേക്കാൾ ഉപരി അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടുന്ന് പോയാൽ ശരിയാവത്തില്ല, ഇവരുടെയൊക്കെ മാനസിക നില തെറ്റില്ല ലേട്ടാന്ന്. എത്ര സൂപ്പറായിട്ടാണ്, അതും അത്രയും ഒരു പ്രഷറായി നിൽക്കുന്ന ഒരു സമയത്ത് അവൻ ആ കോമഡി പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ വല്ലവരെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അത് അത്രത്തോളം ഒന്നും അവൻ മോശമായി പറഞ്ഞായിട്ടറിയില്ല. 1-2 പ്രാവശ്യം, അതിനപ്പുറം ഒന്നുമില്ല. ഇനി അതിനകത്ത് മറ്റൊരു വ്യക്തിയുണ്ട്, അനീഷ്. അയാൾ ഒറ്റപ്പെട്ട്, ഞാൻ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെ കൊണ്ടുവന്ന് കുറേയധികം നാടകങ്ങളും ഫേക്കും ഒക്കെ കാണിച്ചൊരു വ്യക്തിയാണ്. അവസാനം അനുമോളോട് കാണിച്ച ആ പ്രണയം പോലും ഒരു ഫേക്കാണ്. പക്ഷെ അയാളും ആപ്റ്റാണ്. വലിയ കുതന്ത്രങ്ങളൊന്നും മെനയാനോ ഗൂഢാലോചന സംഘത്തിൽ പോകാനോ ഒന്നും തയ്യാറാകാതെ എന്തോ ഒരു പ്ലാനിങ്ങിൽ
അനുമോളോട് അത് ചെയ്തു എന്നുള്ളതാണ്. പലരും പറയുന്നുണ്ട് അതൊരു ഫേക്ക് ഇതായിരുന്നു, പ്രേമമായിരുന്നു എന്നുള്ളത്. അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ എല്ലാവരോടായിട്ട് വലിച്ചു പിച്ച് കീറുമ്പോൾ ഒരു വാക്ക് പോലും പറയാതെ മാറി നിന്നപ്പോൾ അതൊരു ഫേക്ക് പ്രണയമാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അപ്പം ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്, അതിനകത്തൊന്നും ഞാനൊന്നും പറയുന്നില്ല. ഇഷ്ടം തോന്നാം, ഇഷ്ടപ്പെടൽ, അത് കൊഞ്ചുന്നുണ്ട്, പുള്ളിക്ക് പ്രണയം കൊടുത്തു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. മീൻസ് അയാൾ അത് വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നു. ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. നൂറ ഒരു കാരണവശാലും ആപ്റ്റ് അല്ല, ആദിലയോ നൂറയോ അല്ല. അതെന്തുകൊണ്ടെന്നറിയാമോ? ആ കുട്ടികൾ ഒന്നിച്ചാണ് നിന്നത്. തനിച്ച് നിൽക്കുന്നവർക്കാണ് ശരിക്കും പറഞ്ഞാൽ കപ്പ് കൊടുക്കേണ്ടത്. അത് ബിഗ് ബോസിൻ്റെ തീരുമാനം വളരെ കൃത്യമാണ്. ആദിലയെ പുറത്താക്കിയത് നല്ലതാണ്, നൂറയെ പുറത്താക്കിയത് നല്ലതാണ്, അത് രണ്ടും കറക്റ്റാണ്. പക്ഷെ അവർക്കും ആശ്വസിക്കാം. അവരുടെ ആ നിലവാരത്തിന് അത്രയും ദിവസം അവിടെ നിൽക്കാൻ പറ്റിയത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ സെക്സ് കാണിക്കും, അത് കണ്ട് ആൾക്കാർക്ക് കുറേ അരോചകത്വം ഉണ്ടാകും, കണ്ടൻസ് വരും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ നിർത്തിയിട്ടുണ്ടാവുക. എനിവേ, അതും ഒരു ടാക്ടിക്സ് തന്നെയാണ്, നല്ല കാര്യം. അപ്പോൾ അവിടെ ആപ്റ്റായ ഒരുപാട് പേരുണ്ട്. കുക്കുംബറിൻ്റെ കാര്യം ഞാൻ പറയത്തില്ല, അത് ഓൺലി അവിടെ ഉള്ള ആൾക്കാരുടെ സപ്പോർട്ടോടു കൂടി മാത്രം നിന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാളെ പേര് ഞാൻ പറയത്തില്ല. ദൈവം അനുഗ്രഹിച്ച് തന്ന ഒരു കാര്യമാണ് സ്വരം. അത് എല്ലാവർക്കും കിട്ടത്തില്ല. പാടാനുള്ള കഴിവ് അത് എല്ലാവർക്കും കിട്ടില്ല. എല്ലാവരും പാട്ടുകാരാണ്, ഇല്ല എന്നല്ല. പക്ഷെ അത് കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ്. അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ അനുഗ്രഹീത ഗായകൻ എന്നല്ലേ പറയുക. അനുഗ്രഹം കിട്ടിയവരാണ്. നമ്മളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നമ്മളത് പകർന്നു കൊടുക്കണം. അത് ദൈവത്തിൻ്റെ ഒരു പ്രതീക്ഷയും കൂടെ ആയിരിക്കാം. ആ പ്രതീക്ഷ നശിപ്പിച്ച വ്യക്തിയോട് എനിക്കൊന്നും പറയാനില്ല. അമ്മ സഹായിക്കുന്നു, അവിടെ സെർഗു സഹായിക്കുന്നു, കൂട്ടുകാർ സഹായിക്കുന്നു, അപ്പാനി സഹായിക്കുന്നു. പുറത്തുനിന്ന് എല്ലാം കണ്ടിട്ട് പോയ അപ്പാനി പോലും കൺഫ്യൂഷനായി അനുമോളടുത്തൊന്നും അയാളടുത്തൊന്നും പറയുന്നത് അയാൾക്ക് പുറത്തുള്ള പവർ ഭയന്നിട്ട് തന്നെയാണ്. അയാളില്ലാത്തപ്പോൾ പുറത്തൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു, അതിലേക്ക് ഇവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നു, റോബിനെ പോലും ഇൻവൈറ്റ് ചെയ്യുന്നു. സീ വെരി ബാഡ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ജയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കഠിനാധ്വാനം നടത്തി ജയിക്കുന്നതും ഈസി കോയിൽ ജയിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ പേപ്പർ ഇറ്റ്സ് എ പേപ്പർ ഓഫ് പീസ് ഓഫ് പേപ്പർ, അത് ഷിറ്റ് വരാനേ കൊള്ളാവൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അത് തൊപ്പിയുടെ ടാക്ടിക്സാണ്. ഇപ്പോൾ എനിക്ക് അത്രയും ഫാൻ ഫെയിം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുമല്ലോ. ഇപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ അനുമോൾക്ക് വോട്ട് ചെയ്യണം എന്ന്. അതുകൊണ്ട് മറ്റവരെന്നെ തെറി വിളിച്ചിട്ട് കാര്യമുണ്ടോ? എനിക്കിഷ്ടം അനുമോളെ, ഞാൻ അനുമോളെ പ്രൊമോട്ട് ചെയ്യുന്നു. അനീഷിനാണെങ്കിൽ അനീഷിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളവരെ അവർ പ്രൊമോട്ട് ചെയ്യും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ലെറ്റ് ഹിം. അപ്പം നമുക്ക് ഇഷ്ടമുള്ളവരെ അവർ പ്രൊമോട്ട് ചെയ്യണം, നമുക്ക് നിർബന്ധം പിടിക്കാനൊക്കത്തില്ല. അയാളുടെ കാഴ്ചപ്പാടിൽ അനീഷ് ഗുഡാണ്. അനീഷ് ഗുഡെന്ന് തൊപ്പി പറയുമ്പോൾ തൊപ്പിയുടെ ഉള്ളിൽ നല്ലൊരു ചെറുക്കനുണ്ടെന്നല്ലേ അർത്ഥം. അത് സത്യം. കോമണറായി അവൻ ജയിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന തർക്കം പറയാൻ പറ്റുമോ? ഗ്രേറ്റ് അല്ലേ, നല്ല കാര്യം. പക്ഷെ അതുകൊണ്ട് അനുമോൾ താഴ്ന്നു പോകുമെന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അവളുടെ ദൈവം അവളെ ഇതുവരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും മുൻപോട്ട് നടത്തും. ജയിച്ചില്ലെങ്കിലും ഒരു വിഷമവുമില്ല. ഞാൻ അങ്ങനെ ഒരു മൂഡിലാണ്. നിങ്ങൾ മൈൻഡ് അങ്ങനെ ആക്കൂ. ദയവ് ചെയ്ത് കരയുകയും വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യാതിരിക്കുക. അനുമോൾ ജയിക്കണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് നടക്കത്തില്ലല്ലോ. അപ്പോൾ വെയിറ്റ് ചെയ്യുക. നല്ലത് നടക്കട്ടെ. നന്ദി.